എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറിപിക്സ്. ഇന്ന് വളരെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെള്ളക്കടല കറിയുടെ റെസിപ്പിയാണ്. ഒരു കുറുമ എന്നൊക്കെ പറയാം. നല്ല ഇറച്ചിക്കറിയുടെ മണവും ടേസ്റ്റും ഒക്കെയാണ്. ഇതുവരെ വെള്ളക്കടലക്കറി ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടമായെന്ന് പറയാറില്ല. അപ്പോൾ ഇതും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അതിന് മുന്നേ ആയിട്ട് പലപ്പോഴായിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ട ഒരു വ്ളോഗ്, നമ്മുടെ ഫാമിലിയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വ്ളോഗ് ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫോട്ടോ കണ്ടിട്ട് ഡിസ്പ്ലേ പിക്കുമായിട്ട് വ്യത്യാസമുള്ളതുകൊണ്ടായിരിക്കും പലർക്കും മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഇതുവരെ കണ്ടു നോക്കിയിട്ടില്ലാത്തവർ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക ആ വീഡിയോയുടെ താഴെയായിട്ട്. അപ്പോൾ നമ്മുടെ വെള്ളക്കടല കുറുമക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് കാണാം. അപ്പോൾ ഒരു ഗ്ലാസ് കടലയ്ക്കുള്ള റെസിപ്പിയാണ് നമ്മളിവിടെ പറയുന്നത്. ഒരു ഗ്ലാസ് കടല രാത്രിയിൽ കഴുകി വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ട് വെച്ചതാണ്. അപ്പോൾ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച കടലയാണിത്. ഞാൻ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് എടുത്തതാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് 2 വലിയ സവോള വേണം, 5-6 പച്ചമുളക് വേണം. 5 പച്ചമുളക് ആദ്യവും അവസാനം ഒരു പച്ചമുളകും വേണം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5-6 വെളുത്തുള്ളി അല്ലിയും വേണം, ചെറിയ വെളുത്തുള്ളി അല്ലി. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഒരു പച്ചമുളകിന് വേണം, അതാണ് ഞാൻ ലാസ്റ്റ് വെച്ചത്. ഇത് ഇത്രയും കൂടാതെ നമുക്ക് ചെറിയൊരു ഉരുളക്കിഴങ്ങ് വേണം. അപ്പോൾ ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. നമ്മൾ നല്ലപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. കുക്കറിലാണ് നമ്മൾ ഈ കടലക്കറിയും തയ്യാറാക്കുന്നത്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് 1 ടീസ്പൂൺ കുരുമുളകും, 1 നുള്ള് പെരിഞ്ജീരകം ഫെന്നൽ സീഡ്സും, കുറച്ച് പട്ടയും, 3 ഗ്രാമ്പും, 2 ഏലക്കായും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുക. നല്ലൊരു മണം വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത്രയുള്ള കാര്യം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഞാൻ 10ആയിട്ട് മുറിച്ചിട്ടാണ് സവോള അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് ഉപ്പും കറിവേപ്പിലയും ചേർത്ത് ജസ്റ്റ് ഒന്ന് വാടി വരുന്നത് വരെ മാത്രം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് ബ്രൗൺ ആക്കുന്നതിൻ്റെയൊന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇതുപോലെ ക്യൂബ്സായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. വെള്ളക്കടലയാണ് ഈ കറിക്ക് നല്ലത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഒരുപാടിട്ട് വഴറ്റേണ്ട ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മളിത് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 3 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതേ ഗ്ലാസ്സിൽ തന്നെയാണ് നമ്മൾ രാത്രിയിൽ കടല അളന്നെടുത്തത്. അപ്പോൾ 1 ഗ്ലാസ് കടലയ്ക്ക് 3 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 4-5 വിസിൽ കടല വേവുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഈ കടല വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 3 ടേബിൾ സ്പൂൺ, ടീസ്പൂൺ അല്ല 3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ഒരു മിക്സിയിലോട്ട് ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഒരു 10 കാഷ്യൂനട്ടും 1 പച്ചമുളകും ആവശ്യത്തിന് വെള്ളത്തിൽ ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ കടലയൊക്കെ ഇവിടെ നല്ല വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ആവി പോയതിന് ശേഷം തുറന്ന് നോക്കുക. ഉരുളക്കിഴങ്ങ് ഉടച്ചുടച്ച് നമുക്കിതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഉരുളക്കിഴങ്ങൊക്കെ നല്ല വെന്ത് ഉടഞ്ഞിരിക്കും. ഈ സമയം കൊണ്ട് ഫ്ലെയിം ഓൺ ചെയ്ത് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല തിളച്ച് നല്ല കുറുകി വരും ഈ സമയം കൊണ്ട്. കറി നല്ല തിളച്ച് തുടങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 3/4 ടീസ്പൂൺ പെരിഞ്ജീരകവും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഒരു 2 മിനിറ്റ് തിളപ്പിച്ച് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നിട വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. തേങ്ങയും കശുവണ്ടിയും പച്ചമുളകും ചേർത്ത് അരച്ചതാണ്. ഇത് ഇത്രയും ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ആ പച്ചമുളകിൻ്റെ പച്ച ചുവയൊക്കെ നമുക്ക് മാറി കിട്ടണം. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കാൻ ബാക്കിയുള്ളൂ. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ ചെറിയൊരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കുക. എൻ്റെ ഇന്ന് മല്ലിയില ചേർത്ത് കൊടുക്കാനില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തത്. അപ്പം നമ്മുടെ കറി നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയൊക്കെ ആയിട്ടുണ്ട്. ഇതിരിക്കും തോറും കുറച്ചുകൂടെ ഒന്ന് കുറുകുന്ന കറിയാണ്. അതുപോലെ തന്നെ നല്ല മണമാണ്. നല്ല ഇറച്ചിക്കറി, ഇറച്ചി കുറുമയുടെയൊക്കെ മണവും ടേസ്റ്റും ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി നല്ല കുറുകിയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്ത് താളിച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ എന്ത് ഭംഗിയാണ് നോക്കിയത്. താളിച്ച് ചേർക്കാനായിട്ട് ഒരു ചെറിയ കടായിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുകും വറ്റൽമുളകും, ഞാൻ 2 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്ത കൊച്ചുള്ളിയും കറിവേപ്പിലയും ചേർത്ത് ലൈറ്റ് ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിത് കറിയിലേക്ക് താളിച്ചു കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കടല കുറുമക്കറി ഇവിടെ റെഡിയാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. തിക്കുന്തോറും ടേസ്റ്റ് കൂടുന്ന ഒരു കറിയാണ്. നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ എണീറ്റ് അപ്പം ചുട്ടെടുക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ. രാവിലെ ഉണ്ടാക്കാനും വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കഴിഞ്ഞ വ്ളോഗ് ഒരുപാട് പേരൊന്നും കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതിന് മുന്നേ നമ്മുടെ കറികൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളവർ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും ഫീഡ്ബാക്കും കമൻറ്റ് ചെയ്ത് അറിയിക്കാനായിട്ട് മടിക്കരുത്. പുതിയ റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.